എന്താണ് ഈ മുത്തലാഖ്? അതായത് നമ്മൾ ഒരു പെണ്ണിന് കല്യാണം കഴിച്ചാല് അവനങ്ങോട്ട് തോന്നുമ്പോ ആ പെണ്ണിനെ ഒഴിവാക്കണം. അതോ ഒരു തൊലാക്കോ 2 തൊലാക്കോ ചൊല്ലുകയാണെങ്കിൽ ആ ചെങ്ങാതി പിന്നെ ആ പെണ്ണിനെ, ഞങ്ങൾ ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടോ, 1 തൊലാക്കോ 2 തൊലാക്കോ ചൊല്ലുകയാണെങ്കിൽ ആ പെണ്ണിനെ മറ്റൊരു കല്യാണം കഴിച്ചിന് വരെ സഹായിക്കാനും, ഇനിയിപ്പോ അതല്ല ആ പെണ്ണിനെ തന്നെ ഈ ഭാര്യയും ഭർത്താവും പരസ്പരം തെറ്റുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഈ തൊലാക്ക് ചെല്ലുന്നത്. അപ്പൊ ഈ തൊലാക്ക് ചെല്ലിയാലും ഈ പെണ്ണിനെ നമുക്ക് തിരിച്ചെടുക്കാം. 1 തൊലാക്കോ 2 തൊലാക്കോ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആ പെണ്ണിനെ തിരിച്ചെടുക്കാം. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം പോലും വെറുക്കുന്ന ഒരു കാര്യമാണ് മുത്തലാഖ്. ഈ ഒരു അള്ളാഹു പോലും വെറുക്കുന്ന മുത്തലാഖാണ് മോദിജി നിർത്തലാക്കിയിട്ടുള്ളത്. അതിനും സമരം ചെയ്യുക, പുറത്തിറങ്ങിയിട്ട് ഇത് വേണേ എന്ന് പറഞ്ഞ. അപ്പൊ അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ഈ 1 തലാഖ് 2 തലാഖ് മുത്തലാഖ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലപ്പുറം സ്ത്രീകൾക്ക് ഒരു 10 കൊല്ലം ബാക്കോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതിന്റെ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. കാരണം ഇവരിത് പിന്നെ 10 വയസ്സ് 12 വയസ്സ് 14 വയസ്സ് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചില്ല. അപ്പൊ ഇവർക്ക് പഠിക്കാൻ സമയമല്ല, അപ്പൊ ഇതിനെ കുറിച്ച് അറിയില്ല. പിന്നെ TV കണ്ടപ്പോൾ ഒരുപാട് സമയത്തിന്റെ മുമ്പിൽ ഇട്ടത് ഹറാമാണ്. എന്താണ് തെറ്റാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ പുരുഷനെ പിന്നെ രണ്ടാമത് കെട്ടാനോ അല്ലെങ്കിൽ ഈ മുത്തലാഖിനൊന്നും സമ്മതിക്കൂലല്ലോ. TV പോലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ അത് കാണല്ലേ, ഇത് കാണല്ലേ, അത് തെറ്റാണ്, ഹറാമാണ് പറയും. എന്തിന്? അത് കണ്ടു കഴിഞ്ഞിട്ട് ഇനി പുരുഷന് രണ്ടാമത് വിവാഹം ചെയ്യാൻ സമ്മതിക്കാത്ത സ്ത്രീകളുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ മറ്റേ തലാഖ് ചെല്ലാനും സമ്മതിക്കാത്തുണ്ട്. കാരണം അതിന് ഒരുപാട് അറിവുകൾ പറ്റി പഠിക്കില്ലേ. ഇനി വേറൊരു കാര്യം പറഞ്ഞു, നമ്മള് അങ്ങനെ സ്ത്രീകൾ ഓരോന്നായിട്ട് പുരുഷന്മാരെപ്പോഴും വീട്ടിലുണ്ടല്ലോ, പുറത്തൊക്കെ പോകുമ്പോൾ TV കണ്ടിട്ട് വീട്ടിൽ എന്താ മനസ്സിലായി. അതേപോലെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞുതരാം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇന്ന് 10 മണിക്ക്, അതായത് കാലത്ത് 10 മണിക്ക് ഒഴിവാക്കിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കിന് അത് വേറെ പുതിയൊരു കല്യാണം കഴിച്ചാണ് ഞങ്ങൾ നിന്ന്. പക്ഷെ ഞങ്ങളൊരു പിന്നെ സ്ത്രീക്കാണെങ്കിൽ അത് പറ്റില്ല. കാരണം ഈ പുരുഷനെ സ്ത്രീനെ ഒഴിവാക്കണമെങ്കിൽ ആരെങ്കിലും 2 സാക്ഷികളൂടെ മതി. ഞാൻ എന്റെ ഭാര്യനെ ഇങ്ങനെ ഒഴിവാക്കി വാക്കുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ വെറുതെ അവരെന്നെ ഇങ്ങനെ എഴുതിയിട്ട് വെറുതെ പെട്ടെന്ന് മൊബൈലിൽ പറഞ്ഞാൽ മതി, വാട്സപ്പ് വിട്ടാൽ മതി. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ ഞങ്ങളെ കാര്യം കേട്ടോ, സ്ത്രീകളെ കാര്യം നിങ്ങൾ കഷ്ടകാലം ആലോചിച്ച് നോക്കണേ. അതായത് ഞങ്ങൾക്ക് ഇവരെ ഒഴിവാക്കണമെങ്കിൽ ബാപ്പാന്റെ ഒപ്പ് വേണം, സഹോദരന്മാരൊപ്പ് വേണം. മാത്രമല്ല ഇവരെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങൾക്ക് 2 വർഷം ഇവര് ഭക്ഷണം തരരുത്. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് 2 വർഷം ഭക്ഷണം തരരുത്, വസ്ത്രം തരരുത്, ഞങ്ങൾ നോക്കുകയോ ചെയ്യരുത്, ഞങ്ങൾ കാണുകയോ ചെയ്ത് ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ 2 വർഷമോ 3 വർഷം, 2 വർഷം അതല്ലെങ്കിൽ 3 വർഷം ഞങ്ങളായിട്ട് അകന്ന് ഒരു ബന്ധമില്ലാതെ നിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അയാൾ ഫസ്റ്റ് പറഞ്ഞിട്ട് കാര്യം അത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾക്ക് വിവാഹം ചെയ്യണമെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതിലും വലിയൊരു അനുഗ്രഹം എന്താണ് മുസ്ലിങ്ങൾക്ക് മോദി ചെയ്യാനുള്ളത്? ഈ വിവാഹ പ്രായം കുഞ്ഞിൽ ചെയ്യുന്നത് അത് നിർത്തലാക്കി വലിയൊരു അനുഗ്രഹമാണ് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച്. രണ്ടാമത് തോന്നുമ്പോ കല്യാണം കഴിച്ച ഇവര് ഈ ചില എന്ന് പറയുന്നത് ചില പണ്ഡിതന്മാരൊക്കെ പറയണം എന്താണെന്നറിയോ, ഇതൊക്കെ പഠിച്ചോൻ അത് എഴുതിച്ചു ഇത് എഴുതിച്ചു ഒക്കെ പറയും. പക്ഷെ ഇതെല്ലാം ഒന്നും പഠിച്ചോൻ എഴുതില്ല. കാരണം ദൈവം എന്ന് പറഞ്ഞാല് നിങ്ങളെ ദൈവമായാലും എന്റെ ദൈവമായാലും എല്ലാവർക്കും ഒരു ദൈവമാണ്. ഇവർ ഹിന്ദുവിനെ വേറെ, മുസ്ലിമിനെ വേറെ, ക്രിസ്ത്യൻസിനെ വേറെ, പെണ്ണിനെ വേറെ, ആണിനെ വേറെ കാണില്ല. എല്ലാവർക്കും ഒരു നിയമം തന്നെ കൊടുക്കുന്നത്. ഒരു പക്ഷെ വസ്ത്രധാരണത്തിൽ കൊടുക്കുന്നുണ്ട്. കാരണം വസ്ത്രധാരണത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് കുറച്ച് ആകർഷിക്കുന്ന സംഗതികളൊക്കെ ഉണ്ട്. കാരണം വസ്ത്രധാരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ ആണിന് 4 കെട്ടാണ്, പെണ്ണിന് ഒന്നും കെട്ടാൻ പാടില്ല അങ്ങനെ പറയുന്നത് ഒരു ദൈവം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യരായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി അതല്ലെങ്കിൽ ആണ് പെണ്ണുമെന്നും പറഞ്ഞിട്ട് ദൈവം നമ്മളെ വ്യത്യസ്തമായിട്ട് കാണുന്നില്ല. അപ്പൊ അവിടെ എന്ത് പറയാനുള്ളത്, ഈ മുസ്ലിംസ് പറയുന്നപ്പോ 4 വരെ കെട്ടാം. എങ്ങനെ മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരുപാട് സ്ത്രീകളായിരുന്നു, പുരുഷന്മാര് കുറവായിരുന്നു. അപ്പൊ ഈ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളാവുമ്പോ പുരുഷന്മാര് ഇവര് പറയണപ്പോ എങ്ങനെയാണ് ഞങ്ങള് ആരോഗ്യവാന്മാരാണ്, അതിന്റെ പൈസ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ സ്ത്രീകള് ഇങ്ങനെ ഒരുപാട് അധികരിച്ച കാരണം നമുക്ക് അവരെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ ആദ്യത്തെ ഭാര്യന്റെ സമ്മതത്തോടെ അടുത്ത ഭാര്യനെ കെട്ടണം. ഈ 2 ആളും കൂടെ സമ്മതം ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള കഴിവും, എന്നുവെച്ചാല് ആ പുരുഷന് ശാരീരിക ബലവും അവരെ സംരക്ഷിക്കാനുള്ള കഴിവും, പിന്നെ ഈ 2 സ്ത്രീകളെ സമ്മതം ഉണ്ടെങ്കിൽ 3 കെട്ടാണ്. പിന്നെ ഈ 3 സ്ത്രീകളെ സമ്മതവും അതുപോലെ ശാരീരികമായിട്ട് നല്ല ആരോഗ്യവും അതുപോലെ സാമ്പത്തിക ശേഷിയിൽ 4ാമതും കെട്ടാണ്. എനിക്ക് തോന്നുന്നു അത് പിന്നെ കുറച്ച് ചേർച്ചുണ്ട് ആ പറഞ്ഞ വാക്ക് തെറ്റന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ച് ചേർച്ചത്. പക്ഷെ അങ്ങനെയാണോ നടക്കുന്നത്? ഈ വേലക്ക് 500 രൂപ 300 രൂപക്കോ ജോലിക്ക് പോകുന്നു.
ഇവിടെ കല്യാണം കഴിച്ച് 1, 2, 3 മക്കളൊക്കെ ഉണ്ടാവും. അവരെ നോക്കുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അടുത്തീനെ പോയി കെട്ടുകയാണ്. അതും പോയെങ്കിൽ അടുത്തീനെ പോയി കെട്ടുകയാണ്. എന്നിട്ട് ഇതെന്ത് ചെയ്യണമെങ്കിലും പഠിച്ചിട്ടും ഉണ്ടാവില്ല. ആ വീട്ടിലുള്ള പെണ്ണ് പഠിച്ചിട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്നിട്ടോ അത് പട്ടിണിട്ട് അത് മക്കൾക്ക് അസുഖം വരുന്നു. പിന്നെ അതല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ വിടാൻ ക്യാഷില്ല, മദ്രസയിൽ വിടാൻ ക്യാഷില്ല. ഇങ്ങനെ നാട്ടുകാർ സഹായിക്കും. ചിലപ്പോൾ നാട്ടുകാർ സഹായിക്കണ്ടോ ചില ഏരിയകളിൽ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ എന്തോരം ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടോ? ഇന്നത് നടക്കുന്നില്ല. അവിടേക്കാണ് സുൽഫത്ത് ഇത് പറഞ്ഞു വരുന്നത്. മുത്തലാഖ് ബില്ല് പ്രാബല്യത്തിൽ വന്നതോടുകൂടി എത്ര കണ്ടതിന് കുറവ് വന്നു എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കേണ്ടത് ആരാണ്? നമ്മുടെ സഹോദരിമാർ തന്നെയല്ലേ? ഇപ്പൊ സുൽഫത്ത് പറഞ്ഞ പോലെ തന്നെ എന്റെ സഹോദരിമാർ തന്നെയല്ലേ അത് മനസ്സിലാക്കേണ്ടത്? അവിടെയാണ് ഈ മുത്തലാഖ് ബില്ല് എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സുൽഫത്ത് പറയുന്നത്. ഇപ്പൊ ആനുകാലികമായിട്ട് സുൽഫത്ത് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആളൊന്നുമല്ല. സുൽഫത്തിനെ ഇവിടെ വന്ന് കാണാൻ തന്നെ 2-3 ദിവസമായിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ വന്നിരിക്കുന്നത്. കാരണം സുൽഫത്ത് ഇന്ന് പൂർണ്ണമായിട്ട് എൻഗേജിലാണ്. നേരത്തെ പറഞ്ഞു നിങ്ങളാണ് തോറ്റത്, സുൽഫത്ത് അല്ല തോറ്റത്. സുൽഫത്ത് വീണ്ടും സമൂഹത്തിൽ തന്നെയാണ്. സുൽഫത്തിന് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ സമയമില്ല. തിരക്കിലാണ്, ഇപ്പോഴും തിരക്കിലാണ്. മുമ്പ് എങ്ങനെയായിരുന്നോ അതിൽ കൂടുതൽ തിരക്കിലാണ്. ഇപ്പൊ ഞാൻ ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രധാനമന്ത്രി ചെയ്യുന്ന നന്മകളെ കുറിച്ച് മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും നമ്മുടെ ന്യൂസ് കഫേ ലൈവിന്റെ പ്രേക്ഷകരോട് ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച സുൽഫത്തിനോട് ഒരുപാട് നന്ദി പറയുകയാണ്.